ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വെല്ലൂരിൽ നിന്നും ഏതാണ്ട് ഒരു 45-50 കിലോമീറ്റർ അടുപ്പിച്ചൊരു സ്ഥലത്തേക്ക് പോകണം. ആമ്പൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, ആമ്പൂർ. ആമ്പൂർ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു കാര്യം അന്വേഷിച്ച് പോകണം. ആമ്പൂർ ബിരിയാണി വളരെ ഫേമസ് ആണ്. ആ സ്ഥലം ഈ ബിരിയാണി കൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമാണ്, ആമ്പൂർ ബിരിയാണി. അപ്പോൾ ആമ്പൂരിലേക്ക് യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് ആമ്പൂരിലെത്തിയിരിക്കുകയാണ്. ആമ്പൂരിലെ ഫേമസ് കാര്യം ബിരിയാണി തന്നെയാണ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ ആമ്പൂർ ബിരിയാണി ഇവിടെ പല സ്ഥലത്തും കിട്ടും. പക്ഷേ ഇവിടെ ഏറ്റവും നല്ല ഷോപ്പ് എന്ന് പറയുന്നത് ഈ എൻ്റെ പിന്നിൽ കാണുന്നതാണ്. ഞാൻ അത് തപ്പിയാണ് വന്നത്. സ്റ്റാർ ബിരിയാണി സിൻസ് 1890, ഏതാണ്ട് 130 വർഷത്തോളം പഴക്കമുള്ള ഒരു ഷോപ്പ്. തുടക്കത്തിൽ ഇങ്ങനെയല്ല, ചെറിയ കടയായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ജനറേഷൻസ് മാറിയപ്പോൾ ഇതൊരു വലിയ ഷോപ്പായി മാറി. അപ്പോൾ നമുക്ക് സ്റ്റാർ ബിരിയാണി ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാം. സ്റ്റാർ ബിരിയാണിയുടെ അകത്ത് കയറി കഴിഞ്ഞു. ഇത് മാനേജർ മിസ്റ്റർ ഖാലിദ്. ഇത് ഓണറുടെ കസിനാണ്, പ്ലസ് ഹീ ഈസ് ദ മാനേജർ ഓഫ് ദി സ്റ്റാർ ബിരിയാണി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി വിചാരിച്ചാൽ നമ്മളുടെ കുക്കിംഗ് ഓക്കെയാണ്. ഇവിടുത്തെ മാസ്റ്ററാണ് ബർക്കത്തുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ഈ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യമാണ് നമ്മൾ കാണുന്നത്. ആമ്പൂരിലെ ഈ ബിരിയാണി, എസ്പെഷ്യലി സ്റ്റാർ ബിരിയാണി ഷോപ്പിലെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്, ആമ്പൂർ ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് 15 കിലോ മട്ടണിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. 15 കിലോ മട്ടണ്, 15 കിലോ അരി, അതായത് ജീരക സമ്പ എന്ന് പറഞ്ഞ അരിയിലാണ് ചെയ്യുന്നത്. അതും 15 കിലോ മട്ടൺ, ഈക്വൽ ക്വാണ്ടിറ്റി. പിന്നെ ബാക്കി കുറച്ച് ചേരുവകളുണ്ട്. അതായത് സവാള, ടൊമാറ്റോ, അത് സവാള 2 കിലോ, ടൊമാറ്റോ 2 കിലോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1.5 കിലോ വീതം, 1.5 കിലോ. മുളക് അരച്ചത് 300 ഗ്രാം വറ്റൽ മുളക് അരച്ച് ചേർത്തത്. പിന്നെ നെയ്യല്ല, പട്ട, ഏലക്ക, ഗ്രാമ്പു ഏലക്ക 25 ഗ്രാം വെച്ച്, പട്ട ഒരു 50 ഗ്രാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിയില ധാരാളമായിട്ട് ഒരു കെട്ട്. പിന്നെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്, നെയ്യല്ല. 4.5 കിലോ എണ്ണ. അപ്പോൾ 1 കിലോ റൈസിന് 300 ഗ്രാം എണ്ണയാണ് കണക്ക്. പിന്നെ തൈര് എത്ര തൈര് എത്ര വേണ്ടത്? 1 ലിറ്റർ തൈര് വേണം. ഇതൊരു സാമ്പിളായിട്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ. 1 ലിറ്റർ തൈര്, കല്ലുപ്പ്, ഇത്രയാണ് ക്വാണ്ടിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് ഉണ്ടാക്കുന്ന രീതി ദമ്മിലാണ് ചെയ്യുന്നത്. ആദ്യം മസാല ഉണ്ടാക്കിയിട്ട് ദമ്മിടും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 4.5 കിലോ എണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഒരു വലിയ ഡേസ്ക പോലത്തെ ഒരു വലിയ പാത്രത്തിലാണ്, ചെമ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്, കപ്പലണ്ടി എണ്ണ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇത് വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിച്ചണിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചൂടാണ്. ഈ മാസ്റ്ററൊക്കെ എങ്ങനെയാണ് ഈ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് ജോലി ചെയ്യുന്നതെന്ന് അറിയില്ല. എത്ര ചെമ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്? 1, 2, 3, 4, 5, 6. രാവിലെ മുതൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ, തീരുന്നതിനനുസരിച്ചിട്ട് അത്രയ്ക്ക് ഡിമാൻഡാണ് ഇവിടെ. എനിക്ക് ഇതിൻ്റെ അടുത്തേക്ക് പോലും നിൽക്കാൻ പറ്റും. ഇത്ര ദൂരം നിന്നിട്ട് പോലും മുഖമൊക്കെ ഇങ്ങനെ പൊള്ളുകയാണ്. അപ്പോൾ നിറച്ച് നല്ല ആ ഫയർവുഡിൽ ചെയ്യുന്നതിൻ്റെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാദ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് ഓരോന്നായിട്ടിട്ട് വഴറ്റും. നല്ല ചൂടായിട്ടുള്ള പാത്രത്തിലാണ് ബിരിയാണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എണ്ണ ചൂടായി. ഇനി അതിലേക്ക് ആദ്യം ഒരല്പം തൈര് ആദ്യം ഒഴിക്കുന്നുണ്ട്. ഒരല്പം എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ തൈര്. അത് കഴിഞ്ഞ് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതാണ് ഇടാൻ പോകുന്നത്. കുറച്ച് സവാള ആദ്യം, ഒരല്പം സവാള ആദ്യം ഇട്ടിട്ട് വെളുത്തുള്ളി അരച്ചതും, ഇനി കുറച്ച് മല്ലിയില ഒരല്പം, ഇഞ്ചി അരച്ചത് 1.5 കിലോ ഇഞ്ചി അരച്ചത്, 1.5 കിലോ വെളുത്തുള്ളി അരച്ചത് ചേർത്ത്. എന്നിട്ട് മട്ടൺ 15 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചത് അതും അതിലേക്ക് ഇട്ടു. അപ്പോൾ മട്ടണും 15 കിലോ മട്ടൺ. ഇനി ഇതിലൊരു 5-10 മിനിറ്റ് ഇട്ട് വഴറ്റിക്കൊണ്ടേയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ടാണ് സവാളയും ടൊമാറ്റോ ചേർക്കുന്നത്. 2 കിലോ സവാള, 2 കിലോ ടൊമാറ്റോ. ഇനി
അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ മട്ടണൊക്കെ ഇട്ട് വഴറ്റി, കുറച്ച് മല്ലിയില ഇട്ട് വഴറ്റി. ഇനി ഇതിലേക്ക് സവാള 2 കിലോ സവാള നീളത്തിന് അരിഞ്ഞതും 2 കിലോ ടൊമാറ്റോ. 2 ഇടുമോ? ഓക്കെ, 2 ഇടാൻ പോവാണ്. ഇനി അതൊന്ന് വെന്ത് എന്താണ് സവാളയും ടൊമാറ്റോയും ചെറുതായിട്ടൊന്ന് വാടി വെന്ത് തുടങ്ങുമ്പോൾ മുളക് അരച്ചത് 300 ഗ്രാം വറ്റൽ മുളക് അരച്ചെടുത്ത പേസ്റ്റ് അത് ചേർക്കാം. മുളക് പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചച്ചോ മാറി. ഇനി തൈര്, ഒരു 1 ലിറ്റർ തൈര് ആദ്യം ഒരു 2 സ്പൂൺ മാറ്റിയതിൽ നിന്നും ബാക്കി. പിന്നെ കുറച്ച് കല്ലുപ്പ്, അതിനോടൊപ്പം കുറച്ച് കല്ലുപ്പും കൂടി ചേർക്കും. പിന്നെ ഇതൊക്കെ ഇളക്കി ഒന്ന് പാത്രം അടച്ച് വേകാനിട്ട് മട്ടൺ വെന്ത ചാറ് കുറുകുന്നൊരു പാകം. അതേസമയം ഇപ്പുറത്തെ അടുപ്പിൽ അരി വേകാനിടും. അരി ഒരു 3/4 വേഗാകുമ്പോൾ അതിൽ നിന്നും കോരി ഇത് വെന്തിരിക്കുന്ന ഈ ഒരു മസാലയുടെ മുകളിലിട്ടിട്ടാണ് ദം ഇടുന്നത്. അതാണ് ദം ബിരിയാണി. 1 ലിറ്റർ ചൂടുവെള്ളം കൂടി ഒഴിക്കും ഈ മട്ടൺ വേകാനായിട്ട്. ഓക്കെ, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം 1 ലിറ്റർ. പാത്രം അടച്ച് വേകാനിട്ടിരിക്കുന്നു. അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുന്നു. മട്ടൺ വെന്ത് കഴിഞ്ഞു എന്നാണ് മാസ്റ്റർ പറയുന്നത്. ഇനി ഇപ്പുറത്തെ അടുപ്പിലെ റൈസ്, ജീരക സംബ റൈസ്. അതാണ് ഇവിടുത്തെ ബിരിയാണിയുടെ വേറൊരു സ്വാദ്. ജീരക സംബ റൈസ് എന്ന് പറഞ്ഞ റൈസാണ് ഉപയോഗിക്കുന്നത്. ചെറിയ അരിയാണ്. ഇത് മട്ടൻ്റെ പാകം നോക്കാനാണോ വെന്തോന്ന് നോക്കുകയാണ്. നല്ല വെന്തിട്ട്. അപ്പോൾ മട്ടൻ വെന്തോന്ന് നോക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചൂടിനെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, കാര്യം ഇത് ദമ്മിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വേഗണം. അപ്പോൾ ആ ഒരു പാകം ബാക്കി വെച്ചേക്കണം മട്ടൻ വെച്ച്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ജീര സംബ അരി ഇടാൻ പോവുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇടും. അരിയിൽ ചോറിൽ കുറച്ച് ഉപ്പ് കിട്ടാനായിട്ട്. അരി ഒരു അരപ്പാകം വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊറ്റിയെടുത്ത് ഈ തയ്യാറായിരിക്കുന്ന മട്ടൺ വിത്ത് ഗ്രേവി ആ ഒരു മസാലയുടെ മുകളിലായിട്ട് ഇട്ടിട്ടാണ് ദമ്മെടുക്കുക. ഇവിടെ നിൽക്കാൻ പറ്റാത്തത്ര ചൂടാണ്. ഈ മാസ്റ്റർ എങ്ങനെ ഇവിടെ നിന്ന് ജോലി ചെയ്യണമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായത്. ഇതെല്ലാ ദിവസവും ചെയ്ത ജോലിയാണ്, രാവിലെ മുതൽ രാത്രി വരെ. ഇത് എത്ര ദമ്മാണ് ഒരു ദിവസം ഇടുന്നതെന്ന് അറിയാം. ഒരു ചെമ്പൊന്നുമല്ല, ഒരു 10-15 ചെമ്പിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അരി അരപ്പാകത്തിന് വെന്ത് കഴിഞ്ഞു. അതിങ്ങനെ ഊറ്റുകയാണ്. ഇപ്പോൾ തീയെല്ലാം പിരിച്ചു കഴിഞ്ഞു. അരിയുടെ അടിയിലുള്ള കനൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ തീയേ ഉള്ളൂ. മാസ്റ്ററിൻ്റെ ഒരു സ്പീഡ് നോക്കിക്കോളൂ. അത് ആക്ടിവിറ്റീസ് ഇങ്ങനെ ഫാസ്റ്റായിട്ടാണ്. ഒരു നിമിഷം പോലും പുള്ളി വേസ്റ്റ് ചെയ്തില്ല. ആ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും ചെയ്യുന്ന പണിയാണ് എത്ര പ്രാവശ്യം. വീണ്ടും പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഊറ്റി അരി അതിനകത്തേക്ക് തട്ടുകയാണ്. ആ മട്ടൺ കുക്ക് ചെയ്ത മട്ടൺ പാത്രത്തിലേക്ക് അതിൻ്റെ ഗ്രേവി ഇരിക്കുന്ന ആ മസാല പാത്രത്തിനകത്തേക്ക് ഊറ്റിയ അരി എടുത്തിട്ടിട്ട് ദമ്മിട്ടു. മുകളിലും താഴെയും നിറച്ച് കനൽ. അപ്പോൾ താഴത്തെ കനൽ കുറേ അങ്ങ് മാറ്റി കഴിയും. ആ അടുപ്പിൽ മേളിലാണ് ഏറ്റവും കൂടുതൽ കനലിട്ട്. ഇനി ഒരു അരമണിക്കൂർ അല്ലേ, അരമണിക്കൂർ ഞാൻ ദമ്മ് പൊളിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ സമയം ദമ്മിട്ട് വെച്ച് കഴിഞ്ഞാൽ മുകളിലും താഴെയും കനലിട്ട് വയ്ക്കുന്നതാണ് ദം. അത് കഴിഞ്ഞിട്ട് അടപ്പ് മാറ്റിയിട്ട് ആ ബിരിയാണി ഒന്ന് ഇളക്കിയെടുക്കും. ഒന്ന് ദം പൊട്ടിക്കാന്നല്ല ഇത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ തരുകയാണ് ഉണ്ടാക്കിയ ബിരിയാണി. ആമ്പൂർ ബിരിയാണി, ആമ്പൂർ സ്റ്റാർ ബിരിയാണി. ரொம்ப നല്ല ആവശ്യത്തിന് എരിവ്, നല്ല എരിവുള്ള ബിരിയാണിയാണ്. എരിവുണ്ട്, ഒരു പ്രത്യേക ഫ്ലേവർ. റൈസ് ജീര രുചി, അടുപ്പിൽ വെച്ച് ചെയ്യുന്നുണ്ട്, അതിന് വേറൊരു രുചി. എന്തായാലും ഫാസ്റ്റായിട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എക്സലൻറ്റ് ബിരിയാണി. തീർച്ചയായിട്ടും ഈ വഴി പാസ് ചെയ്യുകയാണെങ്കിൽ വെല്ലൂർ വരുവാണെങ്കിൽ അമ്പൂർ വന്ന് ബിരിയാണി കഴിച്ചിട്ട് തന്നെ പോകണം. സ്റ്റാർ ബിരിയാണി. ഓക്കെ, താങ്ക് യു.
അങ്ങനെ മാസ്റ്റർ ബർക്കത്തുള്ളയുടെ കൈപുണ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. കൈപുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെയല്ല, വളരെ ഫാസ്റ്റായിട്ട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, 15 ഇയേഴ്സ് ഈ ഷോപ്പിൽ. അത് തന്നെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരൊന്നും അറിയപ്പെടാതെ പോകുന്ന പ്രതിഭകളാണ്. ഒരുപക്ഷെ ഇത്രയും പോലും കഴിവില്ലാത്ത ഒരുപാട് സെലിബ്രിറ്റി ഷെഫ്സ് ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല കഴിവുള്ള ആൾക്കാർ പക്ഷേ അടുക്കളയിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആരും പുറം ലോകം അറിയുന്നില്ല ഇത്രയും എക്സ്പേർട്സ് ആണ് എന്നുള്ള കാര്യം. എന്തായാലും എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് അദ്ദേഹത്തിനെ കണ്ടതിൽ. അങ്ങനെ അമ്പൂരിലെ സ്റ്റാർ ബിരിയാണി ഷോപ്പിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒരുപാട് സ്റ്റാർ ബിരിയാണി എഴുതി വെച്ചിരിക്കുന്ന കടകളുണ്ടാവും, പക്ഷേ എല്ലാം ഒന്നല്ല, വ്യത്യാസമുണ്ട്. ഇതാണ് ശരിക്കുമുള്ള സ്റ്റാർ ബിരിയാണി ഷോപ്പ്. ഇതാണ് 1890 മുതൽ നിലനിൽക്കുന്ന ഷോപ്പ്. എന്തായാലും തീർച്ചയായിട്ടും വരണം. അപ്പോൾ നമ്മളുടെ വെല്ലൂർ വിശേഷങ്ങളൊക്കെ തീരുകയാണ്. വെല്ലൂരും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും 50-40 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രധാന സ്ഥലങ്ങളും അവിടുത്തെ ഭക്ഷണ വിശേഷവും കണ്ടു കഴിഞ്ഞു. പക്ഷേ വെല്ലൂരിൻ്റെ പരിസര പ്രദേശത്തെ വിശേഷങ്ങളൊന്നും തീരുന്നില്ല. ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ക്ഷേത്ര നഗരികളൊക്കെ ഉണ്ട്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണാം. എന്തായാലും നമ്മളിവിടെ നിന്നും തൽക്കാലം വിടവാങ്ങുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നാളെ. അതുവരെ